സാക്ഷിയാണ്. ഇന്നത്തെ ദിവസമൊക്കെ എങ്ങനെയാ പരിപാടി നടത്തുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയം ഉണ്ടായിരുന്നു. കാരണം പട്ടാമ്പി നേർച്ചക്ക് വേറൊരു പരിപാടി നടത്താൻ നമ്മളെ കൊണ്ട് പറ്റുന്നു. പക്ഷേ പട്ടാമ്പിയുടെ യുവത ആ ചരിത്രം തിരുത്തി പൊള്ളുന്ന വെയിലിനെ വാക്കാതെ പ്ലാമന്തോൾ പാലത്തിന് ആരംഭിച്ച് ഇതുവരെയും ഈ റാലിയിൽ ഉടനീളം സംബന്ധിച്ച ഊർജ്ജസ്വലരായ ഐക്യജനാധിപത്യ മുന്നണിയുടെ ചോരയും നീരുമായ മുഴുവൻ സഹപ്രവർത്തകർക്കും ആദ്യമായി ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും ആശംസകളും നേരുകയാണ്. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, പട്ടാമ്പിയുടെ ചരിത്രത്തിൽ വികസനം അല്ലെങ്കിൽ വികസന നായകൻ എന്നൊക്കെ പദം നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിച്ചതും കേട്ടതും കണ്ടതും പഠിച്ചതും പ്രിയപ്പെട്ട CP മുഹമ്മദ് എന്ന MLA പട്ടാമ്പിക്ക് വന്ന ശേഷമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഇനി കേരളത്തിൽ വരാൻ പോകുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണ്. ഈ പട്ടാമ്പിക്ക് താലൂക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേടിയ പ്രിയപ്പെട്ട CPക്ക് ശേഷം ഈ പട്ടാമ്പിയുടെ തുടർ വികസന കാര്യങ്ങൾ നേടാൻ വേറൊരു പീക്ക് കഴിയട്ടെ, അത് TP ആവട്ടെ എന്നുള്ളതാണ് ഈ നാട് ഇപ്പൊ പ്രാർത്ഥിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ വലിയൊരു ഭരണമാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോവുകയാണ്. ആ അധികാരത്തിൽ ഗവൺമെന്റ് UDFന്റെ വരുമ്പോ അതിനൊപ്പം പട്ടാമ്പി സഞ്ചരിക്കാൻ തീരുമാനിച്ചാൽ ഒരു സംശയവും വേണ്ട, പട്ടാമ്പി തിളങ്ങുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ആ തിളക്കം ഉറപ്പുവരുത്താൻ പ്രിയങ്കരനായ ശ്രീ TP ഷാജി നാടിനെ ഏറ്റവും നന്നായി അറിയുന്ന ഒരാളാണ്, നാട്ടുകാർക്കും ഏറ്റവും നന്നായി അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സാധിക്കുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. ഇനിയുള്ള ദിവസങ്ങൾ വളരെ ചുരുക്കമാണ്. നിങ്ങൾ ബൂത്തുകളിൽ, വീടുകളിൽ പരമാവധി അധ്വാനം ചെയ്ത് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി അക്ഷീണം യത്നിക്കണമെന്ന് കൂടി പ്രിയപ്പെട്ടവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഒരു